മുർഷിദാബാദിൻ്റെ ചരിത്ര വഴികൾ പരിശോധിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് പലതരം കഥകളും നമുക്ക് മുന്നിലേക്ക് കടന്നു വരും. ആധുനിക കാലത്ത് മുർഷിദാബാദ് സന്ദർശിക്കുന്ന ഏതൊരാളും പഴമയുടെ പ്രൗഢി വിളിച്ചോതുന്ന ആ നഗരത്തിലെ ഗംഭീര നിർമ്മിതികൾ കാണാനായി പോകുമല്ലോ. അത്തരം വഴികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഖത്ര മസ്ജിദ് എന്നത്. ഈ ഖത്ര മസ്ജിദ് സന്ദർശിക്കുന്ന ഏവരോടും അവിടെ ഉള്ളവർ പറയുന്ന ഒരു കഥയാണ് പല ക്ഷേത്രങ്ങൾ തകർത്താണ് ആ പള്ളിയും അതിനു ചുറ്റുമുള്ള മേഖലകളുമൊക്കെ പണിതത് എന്നത്. ബംഗാളിൻ്റെ ആദ്യ നവാബായിട്ടുള്ള മുർഷിദ് ഖുലി ഖാൻ തൻ്റെ അവസാന കാലത്ത് ഒരു വർഷം കൊണ്ട് പണിതീർത്ത മനോഹരമായൊരു നിർമ്മിതിയാണ് ഖത്ര മസ്ജിദും ബാക്കി മേഖലകളുമൊക്കെ. 1897 ഭൂമി കുലുക്കത്തിൽ ഇതിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചെങ്കിൽ പോലും ഇന്നും അതൊരു പ്രധാന ഇടമായി നിലകൊള്ളുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഒരു വലിയ നിർമ്മിതിയുടെ പുറകിൽ ഇത്തരമൊരു കഥയുടെ ചരിത്രം എന്താവും? അതിനായി പഴയകാല എഴുത്തുകളും മുർഷിദ് ഖുലി ഖാൻ്റെ ജീവചരിത്രവുമൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. മുർഷിദ് ഖുലി ഖാൻ്റെ ജീവചരിത്രം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മികച്ചൊരു നായകനെയും ഭരണാധികാരിയെയും ഒക്കെ കാണാനാവും. ഒരു ബ്രാഹ്മണൻ്റെ മകനായി ജനിച്ചിട്ടുള്ള മുർഷിദ് ഖുലി ഖാനെ പേർഷ്യൻ കച്ചവടക്കാരൻ ചെറുപ്പത്തിൽ വാങ്ങിയെന്നും പിന്നീട് അവരോടൊപ്പം ജീവിച്ചുവെന്നും പിതാവിൻ്റെ മരണശേഷം മുർഷിദ് ഖുലി ഖാൻ ഡെക്കാനിലെത്തി മുഗൾ സൈന്യത്തിൽ ചേരുകയുണ്ടായി എന്നുമാണ് പൊതുവെ പറയുന്നത്. മികച്ച നായകശേഷിയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിവേഗം വലിയ വലിയ പദവികളിലേക്കും ഉയരുകയുണ്ടായി. ഒടുവിൽ മുർഷിദ് ഖുലി ഖാൻ എന്ന സ്ഥാനപ്പേരോടുകൂടി ബംഗാളിൻ്റെ നവാബുമായി അദ്ദേഹം മാറി. പൊതുവെ അതിശക്തമായിരുന്ന മുഗൾ സാമ്രാജ്യത്തിന് വലിയ അളവിൽ സംഭാവനകളൊന്നും നൽകാതിരുന്ന ബംഗാൾ പ്രവിശ്യയിലേക്കെത്തിയ മുർഷിദ് ഖുലി ഖാൻ ഈ മേഖലയെ പിന്നീടുള്ള വർഷങ്ങളിൽ അടിമുടി മാറ്റിയതായി പറയുന്നുണ്ട്. ധാക്കയിൽ നിന്ന് തലസ്ഥാനം മുർഷിദാബാദിലേക്ക് മാറ്റിയ മുർഷിദ് ഖുലി ഖാൻ 1704 മുതൽ 1725 വരെയാണ് ഭരണം നടത്തിയത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് ബംഗാളിൻ്റെ മേഖലകൾ സമാധാനം കണ്ടു തുടങ്ങി. യാത്രികർക്കൊക്കെയും ബംഗാളിൻ്റെ മേഖലയിൽ പൂർണ്ണ സുരക്ഷ ലഭിച്ചിരുന്നു. കൊള്ളക്കാരെയും അക്രമികളെയും ഒക്കെ മുർഷിദ് ഖുലി ഖാൻ്റെ സൈന്യം തേടി പിടിച്ച് വേട്ടയാടുകയും ക്രൂരമായി ഇല്ലാതാക്കുകയും ചെയ്തു. അത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർക്ക് ക്രൂരമായ മരണം ലഭിക്കും എന്നൊരു അവസ്ഥ തന്നെ അവിടെ കൊണ്ടുവന്നതിലൂടെ ബംഗാളിൻ്റെ മേഖലയിൽ പൊതുവെ ഒരു ശാന്ത സ്വഭാവം കൊണ്ടുവരാൻ മുർഷിദ് ഖുലി ഖാന് ആയി. അതുപോലെ സാധാരണക്കാരുമായി ബന്ധപ്പെട്ട നീതിയുടെ കാര്യത്തിൽ മുഖം നോക്കാതെയായിരുന്നു മുർഷിദ് ഖുലി ഖാൻ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. എത്ര ഉന്നതനായാലും ഏത് മതക്കാരനായാലും തെറ്റുകൾ ചെയ്താൽ ശിക്ഷിക്കപ്പെട്ടിരുന്നു. ആ ഒരു കാലം ബംഗാൾ മേഖല എന്നത് സ്ഥിരമായി വെള്ളപ്പൊക്കങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയം കൂടിയാണല്ലോ. അതിൻ്റെ ഭാഗമായി പകർച്ചവ്യാധികളും ഭക്ഷ്യക്ഷാമവും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഭക്ഷണ ലഭ്യത ഉറപ്പുവരുത്താനായി കർക്കശ നിലപാടുകളും മുർഷിദ് ഖുലി ഖാൻ എടുത്തതായി കാണാവുന്നതാണ്. ഭരണ നൈപുണ്യം കൊണ്ടും പുതുതായി നടപ്പിൽ വരുത്തിയ പല നയങ്ങളിലൂടെയും കർക്കശ നിലപാടുകളിലൂടെയും ബംഗാളിൻ്റെ അതുവരെയുണ്ടായിരുന്ന ഭരണതലങ്ങളെ ആകെ മൊത്തം മാറ്റുകയും സാമ്പത്തികപരമായി മുഗൾ മേഖലയിലെ നിർണായകമായ ഒരു പ്രവിശ്യയായും അദ്ദേഹം മാറ്റുകയുണ്ടായി. അപ്പോഴും മുർഷിദ് ഖുലി ഖാൻ്റെ ന്യൂനതകൾ എടുത്തുകാട്ടുന്ന ചില നയങ്ങൾ കൂടി പഴയകാല എഴുത്തുകളിൽ പറയുന്നുണ്ട്. അതിലൊന്ന് ഹിന്ദു പ്രഭു കുടുംബങ്ങളോട് അദ്ദേഹം കാട്ടിയിരുന്ന സമീപനമാണ്. സാധാരണ ജനങ്ങളോട് അത്തരം നയങ്ങൾ കാട്ടിയിരുന്നതായി എവിടെയും പറയുന്നില്ല. എന്നാൽ നികുതി പിരിക്കുന്നതിലോ മറ്റോ വീഴ്ചയുണ്ടായാലോ അല്ലെങ്കിൽ തെറ്റുകളുണ്ടായാലോ ഹിന്ദു സമീന്ദ്രമാർക്ക് കനത്ത ശിക്ഷകൾ നൽകിയതായി പറയുന്നുണ്ട്. അതുപോലെ ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനായി ഹിന്ദു സമീന്ദ്രന്മാരോട് മുസ്ലിം ആവാനും ആവശ്യപ്പെട്ടിരുന്നത്രേ. ആ കാലത്തെ മറ്റു പ്രഭുക്കന്മാർ അനുഭവിച്ചിരുന്ന പദവികളും സൗകര്യങ്ങളുമൊക്കെ അതുപോലെ ഉപയോഗിക്കാൻ ഇവരെ അനുവദിച്ചിരുന്നില്ല എന്നും പറയുന്നുണ്ട്. ഇത്തരം നയങ്ങളൊക്കെ മാറുന്നത് ഷുജാഉദ്ദൗള അധികാരത്തിലെത്തിയതിനു ശേഷം മാത്രമാണ്. മുർഷിദ് ഖുലി ഖാൻ്റെ ഇത്തരമൊരു ന്യൂനതയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയുന്ന മറ്റൊരു ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ശവകുടീരവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നമ്മൾ ആദ്യം പറഞ്ഞ ഖത്ര മസ്ജിദുമായൊക്കെ ബന്ധപ്പെട്ട കഥകളെ കണക്ട് ചെയ്യാൻ ഉതകുന്ന കാര്യങ്ങൾ കൂടിയാണത്. സ്റ്റുവാർട്ടിൻ്റെ ഹിസ്റ്ററി ഓഫ് ബംഗാൾ എന്ന വിഖ്യാത പുസ്തകത്തിൽ മുർഷിദ് ഖുലി ഖാനെ പറ്റി പറയുന്ന സന്ദർഭത്തിൽ ഇതിനെപ്പറ്റി വിശദീകരിച്ചിട്ടുണ്ട്. 1724 ആയതോടെ മുർഷിദ് ഖുലി ഖാൻ്റെ ആരോഗ്യം വല്ലാത്ത രീതിയിൽ ക്ഷയിക്കുകയും തനിക്ക് ഇനി അധിക നാളുകളില്ല എന്ന തോന്നൽ മുർഷിദ് ഖുലി ഖാന് മനസ്സിലാവുകയും ചെയ്തു. അതോടെ താൻ നിർമ്മിച്ച മുർഷിദാബാദിൽ തൻ്റേതായൊരു അടയാളമായി തൻ്റെ ശവകുടീരം നിലനിൽക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി പള്ളിയും ശവകുടീരവും മറ്റു മേഖലകളും ഒക്കെ ഉൾക്കൊള്ളുന്ന വലിയൊരു നിർമ്മിതി തന്നെ അതിവേഗം സൃഷ്ടിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. വിശ്വസ്ത സേവകനായിരുന്ന മൊറാദ് ഫെറാഷിനാണ് നിർമ്മാണത്തിൻ്റെ ചുമതലകൾ നൽകപ്പെട്ടത്. അപ്രകാരം മുർഷിദാബാദിൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള ഖാസ് താലൂക്ക് പ്രദേശത്ത്
ഒരു വമ്പൻ നിർമ്മിതി ഒരുങ്ങാൻ ആരംഭിച്ചു. എന്നാൽ അതിനായുള്ള സാധന സാമഗ്രികൾക്കായി ആ മേഖലയിലെ എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും മറ്റു വീടുകളുമൊക്കെ തകർക്കുകയുണ്ടായി. അപ്രകാരം അവിടെ നിന്ന് ലഭിച്ച സാധനങ്ങൾ കൂടി ഈ വലിയ നിർമ്മിതിക്കായി ഉപയോഗപ്പെടുത്തുകയുണ്ടായി. മുർഷിദാബാദിലെ എല്ലാ ജനങ്ങളും നിർബന്ധിതമായി തന്നെ കത്രയുടെ നിർമ്മാണത്തിനായി ജോലി എടുക്കേണ്ടിയും വന്നു. ജോലിക്കെത്താത്തവരെ ഭീഷണിപ്പെടുത്തി ജോലിയിലേക്ക് കൊണ്ടുവന്നു. അല്ലാത്തവർ ഇത്രയൊക്കെ പണം നൽകി വേണം ജോലിയിൽ നിന്ന് ഒഴിവാവേണ്ടത്. ഹിന്ദു പ്രഭുക്കന്മാർക്ക് വൻ പണം നൽകി അവരുടെ മേഖലകളൊക്കെ സംരക്ഷിക്കാനുള്ള ഭരണതലവും അവിടെ ഇല്ലായിരുന്നു. അതിവേഗം ഏതായാലും നിർമ്മാണം നടന്നുകൊണ്ടിരുന്നു. മുർഷിദാബാദിൻ്റെ ഈ മേഖലയിൽ നിന്നും ഏതാണ്ട് 6-7 കിലോമീറ്റർ ചുറ്റളവിലുള്ള മിക്ക നിർമ്മിതികളും തകർത്തതായി പറയുന്നു. അപ്രകാരം നിർമ്മിതി പൂർത്തീകരിക്കുക എന്ന ഒറ്റ ലക്ഷ്യവുമായി ഭരണതലങ്ങൾ നിലകൊണ്ടപ്പോൾ വെറും 1 വർഷത്തിനുള്ളിൽ തന്നെ ആ വലിയ സമുച്ചയമൊക്കെ സൃഷ്ടിക്കപ്പെട്ടു. അതിനോട് ചേർന്ന് നികുതി പിരിക്കാനുള്ള ഇടങ്ങളും മാർക്കറ്റുകളും കടകളും ഒക്കെയായി ഒരു വമ്പൻ നിർമ്മിതി തന്നെയായിരുന്നു സൃഷ്ടിക്കപ്പെട്ടത്. ഉദ്ദേശം എന്തു തന്നെ ആയിരുന്നാലും അതിനുവേണ്ടിയുള്ള നടപടികളുടെ പേരിൽ മുർഷിദ് ഖുലി ഖാൻ ഇന്നും വിമർശിക്കപ്പെടുന്നു. അതേസമയം തന്നെ മുർഷിദാബാദ് മേഖലയിൽ നിന്നും വെറും 4-5 കിലോമീറ്റർ ദൂരത്തിലുള്ള പുരാതനമായ കിരിതേശ്വരി ക്ഷേത്രം തകർത്തിട്ടില്ല എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മിക്ക നവാബുമാർക്കും ഈ ക്ഷേത്രത്തോട് വലിയ വിശ്വാസമായിരുന്നു എന്ന് കാണാവുന്നതാണ്. അപ്രകാരം സ്റ്റുവാർട്ടിൻ്റെ രേഖപ്പെടുത്തലുകളെ തിരിച്ച് ചോദ്യം ചെയ്യുന്നവർ ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചരിത്ര കാര്യങ്ങൾ എപ്പോഴും പരാമർശിക്കാറുണ്ട്. ഏതായാലും മുർഷിദാബാദ് നഗരമായി അല്ലെങ്കിൽ ബംഗാളിൻ്റെ തലസ്ഥാനമാക്കി മാറ്റിക്കൊണ്ട് ബംഗാൾ മേഖലയിൽ സുസ്ഥിരമായ ഒരു ഭരണതലം സൃഷ്ടിച്ച മുർഷിദ് ഖുലി ഖാനുമായി ഇത്തരമൊരു ന്യൂനത നിറഞ്ഞ ചരിത്രകഥ കൂടി നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാം. ഈ ഒരു കാലത്ത് ഈ മേഖലകളൊക്കെ സന്ദർശിക്കുന്ന സന്ദർഭങ്ങളിൽ ഈ കഥകൾ പല രീതിയിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുണ്ട്.